ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം എൻ്റെ 2 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയപ്പോൾ അത് തൻ്റെ നേരെ മുമ്പേ ഇരിക്കുന്നത് പോലെ അല്ല എന്ന് കണ്ടു. നമ്മുടെ ഈ ലോകയാത്രയിൽ എല്ലായ്പ്പോഴും മനുഷ്യർക്ക് നമ്മളോട് ഒരേപോലെ പെരുമാറാൻ കഴിയണമെന്നില്ല. അവരുടെ മുഖഭാവങ്ങൾക്ക്, സ്നേഹത്തിന്, കൈത്താരങ്ങുകൾക്കൊക്കെ ഒരു വ്യത്യാസം വന്നേക്കാം. എന്നാൽ ഈ വ്യത്യാസങ്ങളൊന്നും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് വിഘ്നം വരാതെ വണ്ണം നാം സൂക്ഷിക്കേണ്ടതാണ്. യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയപ്പോൾ തൻ്റെ മുഖം മാറിയിരിക്കുന്നതായി, മുമ്പിലത്തെ പോലെ അല്ല എന്ന് തനിക്ക് മനസ്സിലായി. എന്നാൽ ദൈവം തൻ്റെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ ഒരു പൂർത്തീകരണത്തിൻ്റെ ഒരു ആദ്യ ഘട്ടം എന്ന വണ്ണമാണ് ഇത് സംഭവിക്കുന്നത്. ചിലയിടങ്ങളിൽ ചില വ്യക്തികളുടെ മുഖം നമുക്കെതിരെ തിരിയുന്നത് അതൊരു പുറപ്പാടിലേക്കുള്ള ഒരു സമയമാണ്. അടുത്ത ഒരു മൂവിലേക്ക്, അടുത്തൊരു സീസണിലേക്ക് കയറാനുള്ള ഒരു ദൈവത്തിൻ്റെ അടയാളമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ വ്യക്തികൾ നമുക്കെതിരെ തിരിയുമ്പോൾ തിരിച്ചറിയുക, ജീവിതത്തിൻ്റെ അടുത്തൊരു ഷിഫ്റ്റിലേക്ക്, അടുത്തൊരു സീസണിലേക്ക് കയറാനുള്ള ഒരു സൈനാണത്. പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് കടക്കാനുള്ള ഒരു കാലഘട്ടത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട കാര്യമില്ല. വ്യക്തികൾ നമുക്കെതിരെ തിരിയുന്നത്, അവരുടെ മുഖഭാവങ്ങൾ മാറുന്നത്, ദൈവത്തിനോട് നന്ദി പറയാം. കർത്താവേ, അങ്ങ് എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ആ വാഗ്ദത്തങ്ങളുടെ പ്രാരംഭ ഘട്ടം എന്ന വണ്ണം എന്നെ അടുത്ത ഒരു മൂവിലേക്ക്, അടുത്തൊരു സീസണിലേക്ക് എന്നെ കരം പിടിച്ച് നടത്തുന്നതിന് നന്ദി എന്ന് പറഞ്ഞു തുടങ്ങുക. അതുകൊണ്ട് ഇന്ന് എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ നമുക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്ന, മനുഷ്യരാളുള്ള നിന്ന നമ്മൾ നേരിടേണ്ടതായിട്ട് വരാം. എന്നാൽ അതിൻ്റെ നടുവിൽ ധൈര്യത്തോടെ ഇരിക്കുക. അടുത്തൊരു വാഗ്ദത്ത നിവർത്തീകരണത്തിൻ്റെ തുടക്കം മാത്രമാണിത്. അതിൻ്റെ അടയാളങ്ങളാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ധൈര്യപ്പെട്ടിരിക്കുക. ദൈവം നമ്മളോട് കൂടെയുണ്ട്. അവൻ അന്ത്യത്തോളം വഴി നടത്താൻ വിശ്വസ്തനാണ്. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.